ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പറമ്പിലത്തെ റൂമിൻ്റെ ഷീറ്റ് ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ ഷീറ്റ് ഇടലൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടോ. നമ്മൾ തന്നെയാണ് ഇത് ചെയ്തത്, ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ വൈറ്റ് സിമെൻ്റ് അടിക്കൽ മുഴുവനായിട്ടില്ല, പകുതിയായിട്ട് ഉണ്ട്. പക്ഷേ അപ്പോഴേക്കും പിന്നെ കുറച്ച് പുല്ലുവെട്ടലും ഓണത്തിൻ്റെ ചിപ്സിൻ്റെ കച്ചവടമൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായി പോയി. അപ്പോൾ അതും മുഴുവനായിട്ടില്ല എപ്പോഴും. അപ്പം ഞാൻ ഇന്ന് മെയിനായിട്ട് നമ്മൾ പുല്ല് വെട്ടണ മെഷീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനും അതെങ്ങനെയാണ് പുല്ല് വെട്ടുക എന്നുള്ളത് ഒന്ന് കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ പുല്ല് വെട്ടണ മെഷീനുകൊണ്ട് പുല്ലൊക്കെ ഇങ്ങനെ വെട്ടി ഒരു 3/4 ഭാഗത്തോളം പുല്ലൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുല്ല് വലിക്കാൻ നോക്കിയിട്ട് അത് മുഴുവനൊന്നും ആവണില്ല, കുറച്ചൊക്കെ ആവണുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും സബ്സിഡി ആയിട്ടാണ് പുല്ല് മെഷീൻ മേടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അപ്പോഴേക്കും പുല്ലൊക്കെ വല്ലാണ്ട് അധികമായി ഒടുങ്ങി, നല്ല വലിപ്പത്തിൽ വന്നു തുടങ്ങി പുല്ലൊക്കെ. അപ്പോൾ നമ്മൾ മെഷീൻ മേടിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ മെഷീൻ മേടിച്ചിട്ട് ഒരു 2 ആഴ്ചയ്ക്ക് മേലെ ഉണ്ട് കേട്ടോ പുല്ല് വെട്ടി തുടങ്ങിയിട്ട്. ഇതാണ് നമ്മുടെ പുല്ല് വെട്ടണ മെഷീൻ. അപ്പോൾ ഇതിൽ നമ്മൾ മേടിച്ച പോലെയല്ല ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇതിൽ ഈ ഹെഡ് ഉണ്ടല്ലോ, ഈ മെറ്റൽ ഹെഡല്ല ആയിരുന്നത്. ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വയറ് ഉള്ള സാധനമായിരുന്നു, പ്ലാസ്റ്റിക്കിൻ്റെ ഹെഡായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞങ്ങളൊരു ഒരാഴ്ചയായപ്പോഴേക്കും അതിലത്തെ വയറ് ഉള്ളിലേക്ക് പോയി, പിന്നെ കഴിഞ്ഞും ചെയ്തു വയറ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു മെറ്റൽ ഹെഡ് മേടിച്ചു. ഇത് 250 രൂപയാണ് കേട്ടോ അത്. പിന്നെ ഇവിടെ ഒരു ഷീറ്റ് പ്ലേറ്റ് പോലെ ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ. ഇതാണ് ആ പ്ലേറ്റ്, പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ്. അത് ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും അടിയിൽ. അപ്പോൾ ഇത് നമുക്ക് വല്ലതുമൊക്കെ തെറിച്ച് വരാണ്ടിരിക്കാനും ഒക്കെ ആയിട്ടാണ് ഇതിങ്ങനെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെയാണ് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അഴിച്ചു മാറ്റി കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 സ്റ്റോക്ക് 4 സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 2 തരം മെഷീനാണ് ഇതിലുണ്ടാവുക. ബ്രഷ് കട്ടറിൽ 2 സ്റ്റോക്കും ഉണ്ടാവും, 4 സ്റ്റോക്കും ഉണ്ടാവും. ഇത് നമ്മൾ മേടിച്ചിട്ടുള്ളത് 2 സ്റ്റോക്കിൻ്റെയാണ് കേട്ടോ. 2 സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ CC കൂടുതലാണ്, പവർ കൂടുതലായിരിക്കും. പെട്രോൾ മൈലേജ് കുറച്ച് കുറവായിരിക്കും കേട്ടോ. 4 സ്റ്റോക്കിനേക്കാളും മൈലേജ് കുറച്ച് കുറവായിരിക്കും. വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക്, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് 2 സ്റ്റോക്ക് മതിയാവും കേട്ടോ. 4 സ്റ്റോക്ക് 2 സ്റ്റോക്കിൻ്റെയും 4 സ്റ്റോക്കിൻ്റെയും വിലയിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഈ 2 സ്റ്റോക്ക് മെഷീന് 8700 നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത്. 4 സ്റ്റോക്കിന് ഒരു 11 രൂപയുടെ അടുത്തൊക്കെ വരും. അപ്പോൾ അതിൽ മാറ്റങ്ങളുണ്ട്. പക്ഷേ പവർ കൂടുതലുള്ളത് 2 സ്റ്റോക്കിനാണ് കേട്ടോ, പവർ കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ 2 സ്റ്റോക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ഗ്ലോബൽ എന്ന് പറയണ ഒരു കമ്പനിയുടെയാണ്. കമ്പനികൾ പലതരം ഉണ്ടാവും കേട്ടോ. അതിൽ നമ്മൾ 2 സ്റ്റോക്കാണോ 4 സ്റ്റോക്കാണോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വേണ്ടോ. കമ്പനികൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല കമ്പനി, ഹോണ്ട പോലത്തെ കമ്പനിയൊക്കെ ആണെങ്കിൽ ഒരു 10-20,000 ഒക്കെ റേറ്റ് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ഉപയോഗങ്ങൾക്കാണെങ്കിൽ നമുക്ക് അധികം വിലയുടെ മേടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, 2 സ്റ്റോക്ക് ആയാലും മതി. പുറമത്തെ ആവശ്യങ്ങൾക്കൊക്കെ ആകുമ്പോൾ ഇത്തിരി നല്ലത് മേടിക്കേണ്ടി വരും. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ മെറ്റൽ ഹെഡ് യൂസ് ചെയ്തപ്പോൾ നമുക്ക് അടിക്കാനൊക്കെ കുറച്ചും കൂടിയും സിമ്പിളായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്നൊന്ന് നോക്കാം.
ഇതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ ഒരു ബ്ലേഡും കൂടിയും കിട്ടും കേട്ടോ. ഈ ഹെഡ് പ്ലാസ്റ്റിക്കിൻ്റെ ഹെഡായിരുന്നു ഇതിൻ്റെ കൂടെ കിട്ടിയത്. അതിൻ്റെ കൂടെ നമുക്ക് ഈ ബ്ലേഡ് കിട്ടും. ബ്ലേഡ് വെച്ച് അടിക്കണമെങ്കിൽ ബ്ലേഡ് മാറ്റി കൊടുത്തിട്ട് അടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ വയറൊക്കെ വിട്ടിട്ടേ വയറ് കഴിഞ്ഞുല്ലോ. അപ്പോൾ അത് ഊരിപ്പോൾ അതിങ്ങനെ അടയ്ക്കാനായിട്ട് നമുക്ക് ഭയങ്കര വിഷമം. അത് വയറ് ഇടാനും നമുക്ക് പ്രയാസമാണ് കേട്ടോ. ഈ മെറ്റൽ ഹെഡാണെങ്കിൽ നമുക്ക് ഈ വയറ് ഇടാനൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് ഈ മെഷീൻമ വെച്ച് തന്നെ വയറ് ചുറ്റി കൊടുക്കാൻ പറ്റും. ഇത് ഊരി എടുക്കണം എന്നില്ല, ഇതൊക്കെ ഊരി എടുക്കാൻ പറ്റണതാണ്. ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാവുമ്പോൾ ഒന്നും കൂടി നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുമ്മ വെച്ചിട്ട് തന്നെ നമുക്ക് വയറയുടെ ചുറ്റി കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനുള്ള കുറച്ച് ടൂൾസും കിട്ടും. ഈ സ്ക്രൂ നമ്മുടെ ഷീറ്റിൻ്റെയാണ് കേട്ടോ, ഫ്രണ്ടിൽ വെക്കണ ആ ഷീറ്റില്ലേ അതിൻ്റെയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ഒരു പ്ലേറ്റ് കിട്ടും. ഈ എല്ലങ്കി നമുക്ക് സ്ക്രൂ ഒക്കെ ഊരാനുള്ളതാണ്. എല്ലങ്കിയും ഇത് കീയൊക്കെ നമുക്ക് സ്പാനറൊക്കെ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. നമുക്കിത് അഴിക്കാനൊക്കെ ആവശ്യമുള്ളതാണ് ഇതൊക്കെ. അപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഗ്ലോബൽ പവർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്രഷ് കട്ടറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനമാണ്. ഇതുമേ നമ്മൾ വാങ്ങുന്ന സമയത്ത് കിട്ടിയിരുന്നത്. അത് നമ്മൾ മാറ്റിയിട്ട് കൊടുത്തതാണ്. പിന്നെ ഇതിൽ നമുക്ക് പെട്രോൾ ഒഴിക്കാനുള്ള ഒരു കോണൽ കിട്ടും. പിന്നെ ഒരു അളവ് ബോട്ടിൽ കിട്ടും. ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മെഷീൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുകയെന്ന്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മുടെ വർക്കിംഗ് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് നോക്കാം. വർക്കിംഗ് ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു ബെൽറ്റാണ് കേട്ടോ. നമുക്ക് മെഷീൻ ഈ ബെൽറ്റിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. മെഷീന് ബെൽറ്റിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഇത് നമുക്ക് ബെൽറ്റ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് മെഷീൻ വാങ്ങണ സമയത്ത് അവർ പറഞ്ഞു തരും കേട്ടോ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ബെൽറ്റുമ്മയാണ് നമ്മൾ ഈ മെഷീൻ ഒരു സപ്പോർട്ട് പോലെ വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് വെയിറ്റൊന്നും അധികം ഉണ്ടാവില്ല. മെഷീൻ എന്തെങ്കിലും ചെറിയ വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെണ്ണുങ്ങൾക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. പെണ്ണുങ്ങൾക്ക് പോലും ഇത് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് സേഫ്റ്റി നോക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഹെൽമെറ്റാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിന് ഒരു ഷീൽഡ് പോലെ വാങ്ങാൻ കിട്ടും. നമ്മളിപ്പോൾ ഹെൽമെറ്റ് തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതേപോലത്തെ ലോങ് ഷൂ ഇടണം. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും കല്ലോ ഒക്കെ തെറിക്കും നമ്മൾ ഈ പുല്ല് വെക്കുന്ന സമയത്ത്. നമ്മൾ സേഫ്റ്റിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി നമുക്ക് മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കാം. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഹെൽമെറ്റ് വയ്ക്കുക, ലോങ് ബൂട്ട് ഇടുക. അപ്പോൾ നമ്മുടെ സേഫ്റ്റിയുടെ കാര്യങ്ങൾ നോക്കി ഇനി നമുക്ക് മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതാണ് ഓൺ ബട്ടൺ. ഇതിലാണ് റേസ് ചെയ്യിപ്പിക്കേണ്ടത്. ഈ മഞ്ഞ ബട്ടൺ ഉണ്ടല്ലോ, അതിങ്ങനെ താത്തും ഇങ്ങനെ പിടിച്ചാൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുക. ഇത് ഓണാക്കുക. അപ്പോൾ താഴത്തേക്ക് ബട്ടൺ ഓണാക്കണം. ഓണാക്കിയതിന് ശേഷം നമ്മൾ
മെഷീൻ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ്, അതായത് ഒരു ദിവസത്തിൽ ആദ്യത്തെ പ്രാവശ്യം യൂസ് ചെയ്യണ സമയത്ത് ഇത് ചോക്കാണ്. ആ ചോക്ക് മുകളിലേക്ക് ആക്കിയിട്ട് വേണം, ഇതാണ് സ്റ്റാർട്ട് ചെയ്യണ, ഇങ്ങനെ വലിക്കുക സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വലിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ മെഷീൻ സ്റ്റാർട്ടാവുക. ആ സ്റ്റാർട്ടായതിന് ശേഷം നമുക്ക് ഈ ചോക്കിൻ്റെ ഈ വെള്ള താഴത്തേക്ക് ആക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ ഈ ചോക്കിൻ്റെ ആവശ്യമില്ല. നമ്മൾ വെറുതെ ഈ വയറ വലിച്ചു കൊടുത്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഈ വയറ എനിക്കിതുവരെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അത് നമുക്ക് സുനിലേട്ടനോട് പറയാം. നമുക്ക് എവിടെയാണ് പുല്ല് വെട്ടേണ്ട സ്ഥലം അവിടെ ചെന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ അവിടെയൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലത്ത് അടിക്കാനുണ്ട്, അപ്പുറത്തെ തട്ടിലും അടിക്കാനുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. വാ. തന്നെ ചുവന്ന ബട്ടൺ താഴത്തേക്ക് ആക്കുക. ഈ വെള്ള ബട്ടൺ, ആ വെള്ള ചോക്കാണത്, അത് മുകളിലേക്ക് ആക്കിയിട്ട് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മെഷീൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ വർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല, സ്റ്റാർട്ടായിട്ടുണ്ട്. ആ ചുവന്ന ബട്ടൻ്റെ ഓപ്പോസിറ്റുള്ള മഞ്ഞ കളറുള്ള ഇത് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴാണ് നമുക്ക് പുല്ല്, ആ ബ്ലേഡ് കറങ്ങുക. അങ്ങനെയാണ് പുല്ല് വെട്ടണത്. പിന്നെ നമ്മൾ താത്തി കൊടുത്ത മുകളിലേക്ക് ചോക്കുണ്ടല്ലോ, വെള്ള കളറുള്ളത് ചോക്ക്, ആ ചോക്ക് നമ്മൾ സ്റ്റാർട്ടായി കഴിയുമ്പോൾ താഴത്തേക്ക് ആക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് പുല്ല് വെട്ടാൻ നോക്കാം. പിന്നീട് നമ്മൾ മെഷീൻ ഓഫ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ ചോക്കിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നേരടി ഓൺ ബട്ടൺ ഓൺ ചെയ്തിട്ട് വയറ പിടിച്ച് വലിച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് അപ്പോൾ ഈ ചോക്കിൽ ഓണാക്കേണ്ടത് നമ്മൾ ആദ്യത്തെ തവണ മെഷീൻ എടുക്കുന്ന സമയത്ത് മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു ദിവസം ഒരു പ്രാവശ്യം, അതായത് ആദ്യത്തെ തവണ മാത്രം ചോക്കിൽ ഓണാക്കുക. അതിന് ശേഷം പിന്നെ ചോക്കിൽ ഓണാക്കി സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്രോൾ കഴിയണതിനനുസരിച്ച് നമുക്ക് പെട്രോൾ ടാങ്കിൽ മെഷീൻ ഓഫ് ചെയ്ത ശേഷം പെട്രോൾ ഒഴിച്ചു കൊടുത്ത് പുല്ല് വളരെ സിമ്പിളായിട്ട് വെട്ടാൻ പറ്റും. അപ്പോൾ കുറച്ചധികം സ്ഥലങ്ങളൊക്കെ ഉള്ളവർ ഇതേപോലെ ഒരു ബ്രഷ് കട്ടർ മേടിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ നമുക്ക് പുല്ല് വെട്ടിയെടുക്കാം. ഈ ഭാഗത്തേക്ക് പുല്ലൊക്കെ വെട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ കൊള്ളിത്തറി വെച്ചിരിക്കണതാണ്, പ്ലാവിൻ്റെ ഇടയിൽ കൊള്ളിത്തറി വെച്ചിരിക്കണതാണ്. അവിടെ കുറച്ചിങ്ങനെ പുല്ല് പോലെ കാണുന്നത്, അത് നമുക്ക് മെഷീൻ കൊണ്ട് അടിക്കാൻ പറ്റില്ല. അത് വല്ല അരിവാൾ വെച്ചിട്ടൊക്കെ അതിൻ്റെ പുല്ല് കളയേണ്ടി വരും. സുനിലേട്ടൻ ആ ചെടിയുടെ കടയ്ക്കുള്ള പടർന്ന് കിടക്കുന്നതുണ്ടല്ലോ, അതൊക്കെ മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ ഈ കാടിൻ്റെ ഭാഗത്തുള്ള ഭാഗമാണ് കേട്ടോ, ബാക്ക് ഭാഗമാണ് കാടിൻ്റെ സൈഡിലുള്ളത്. ഇത് നമ്മൾ അന്നൊക്കെ വെച്ചിട്ടുള്ള തെങ്ങാണ് കേട്ടോ. ഈ തെങ്ങൊക്കെ കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ടുണ്ട്. ചില തൈകളൊക്കെ കംപ്ലൈൻറ്റ്. നമ്മുടെ മെറ്റൽ ഹെഡിൽ റോപ്പ് ചുറ്റണത്, ആ വയറ ചുറ്റണത് വളരെ സിമ്പിളാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ